വോട്ടർ പട്ടികയിലെ അട്ടിമറി ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. DCC ജനറൽ സെക്രട്ടറി കോശി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടിക അട്ടിമറിയിൽ പ്രതിഷേധിച്ച് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. പ്രതിഷേധ പ്രകടനവും യോഗവും DCC ജനറൽ സെക്രട്ടറി കോശി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 7-ാം തീയതി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വലിയൊരു വെളിപ്പെടുത്തൽ ഇന്ത്യൻ ജനാധിപത്യം വളരെ ഒഴുക്കുത്തൽ നേരിടുന്നു എന്നെ സംബന്ധിച്ച് തെളിവ് സഹിതം ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് സംവേദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2024 നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായ പരാജയത്തെക്കുറിച്ച് പഠിക്കുകയും പ്രത്യേകിച്ച് കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായിട്ട് പ്രതിപക്ഷ നേതാവ് മുൻപോട്ട് വന്നതാണ്. നമുക്കറിയാം ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം ACC സെക്രട്ടറി ആയിരുന്ന ശ്രീ മൻസൂർ അലിഖാനാണ് മത്സരിച്ചത്. അവിടെ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലമാണ്. 8 അസംബ്ലി മണ്ഡലം അടങ്ങിയ ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ അവിടെ 7 മണ്ഡലങ്ങൾ എണ്ണി വോട്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ മൻസൂർ അലിഖാൻ 82,000 വോട്ടിന് ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി. അവസാനത്തെ അസംബ്ലി മണ്ഡലമായ മാധവപുരം എണ്ണിയപ്പോൾ 1,14,000 വോട്ട് BJP സ്ഥാനാർത്ഥി ലീഡ് ലഭിക്കുകയുണ്ടായി. അത് ആ തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ഒരു സംഘത്തെ അവിടെ പഠനത്തിന് ഏർപ്പെടുത്തുകയും അങ്ങനെ പഠനം നടത്തിയ അടിസ്ഥാനത്തിൽ തെറ്റിപ്പിക്കുന്ന തെളിവുകളാണ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിശദാംശങ്ങൾ, അതിൽ ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ കഥകൾ അക്കമിട്ട് തെളിവുകൾ സഹിതം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ, ലോകത്തിലെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ മുഴുവൻ ആളുകളും അത് അത്ഭുതത്തോടുകൂടി വലിയ ഞെട്ടിത്തരിച്ച് അതിനെ കാണുന്ന സാഹചര്യത്തിലൂടെയാണ് നടന്നത്. അവിടെയാണ് നമ്മുടെ ജനാധിപത്യം പൂർണ്ണമായി കശാപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. DCC അംഗം സുരേഷ് ബാബു പാലാഴി, INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AD ജോൺ, റജി പണിക്കമുറി, അനിൽ തോമസ്, സാം പട്ടേരി, സുനിൽ നിരവുകുലം, MK സുഭാഷ് കുമാർ, ലിൻസൺ പാറോലിക്കൽ, മണിരാജ് പുന്നിലം, ചെറിയാൻ മണ്ണഞ്ചേരി, തോമസ് തമ്പി, KG സാബു, ഡോക്ടർ ബിജു T ജോർജ്, വിനീത് കുമാർ, റജി ചാക്കോ, രാമചന്ദ്രൻ കാലായിൽ, മോഹനൻ കോടമല, റജി പമ്പഴ, KP സെൽവകുമാർ, അനിൽ എബ്രഹാം ചെറിയാൻ, സജി തേവരോട്ട്, കൃഷ്ണൻകുട്ടി മുള്ളൻകുഴി, സജി തോട്ടത്തിന്മലയിൽ, ശ്രീജിത്ത് തുളസിദാസ്, അനീഷ് K മാത്യു, അനു ഊത്തുക്കുഴിയിൽ, മനോജ് കവിയൂർ എന്നിവർ പ്രസംഗിച്ചു.